അതെ അതെ, അച്ചായിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയോ, അച്ചായിക്ക് ഇപ്പം കമ്പനിയിൽ നിന്ന് ഇപ്പം മാനേജർ വിളിച്ചായിരുന്നേ. അച്ചാടെ കമ്പനിയുടെ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നതാണ്. അച്ചായിക്ക് ഉണ്ടല്ലോ, അച്ചാടെ വിസ കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പം നമ്മളിപ്പം വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ പോകുന്നത്. എനിക്ക് ഒരു കാര്യം പറയാൻ ഞാൻ ഇവിടെ പറയാൻ പറ്റുമായിരുന്നു. എനിക്ക് നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, ഇപ്പം മാനേജർ വിളിച്ചായിരുന്നു കമ്പനിയിൽ നിന്ന്. ഞാനിപ്പോൾ ഇവരോട് പറയാതിരിക്കും, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ജോലിക്കൊരു പ്രശ്നം വന്നിരിക്കുക. പിള്ളേർക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ രണ്ടുപേരും വിസ പുതുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരോട് നിർത്താം, അവർ കമ്പനി രണ്ടിലോട്ട് മാറ്റി നിർത്താമെന്ന് പറഞ്ഞവർ. അപ്പം പിള്ളേരെ തൽക്കാലം ഇവിടെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ഒരു വിസ പുതുക്കി തരാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വിസ പുതുക്കാനായിട്ട് നാട്ടിൽ പോകണം. ടിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? അച്ഛയാണ് ആൾ പോയി ഭയങ്കര ടെൻഷനില്ല. കാരണം എന്നാ ചെയ്യും, നിങ്ങളെ തന്നെ അങ്ങ് നിർത്തിയിട്ട് നിങ്ങൾ 3 പേര് ഒറ്റയ്ക്ക് നിൽക്കുമോ? നന്ന് നോക്കും എല്ലാവരെയും. ഞാനിവിടെ ഹോട്ടലിൽ പറയാം ഫുഡും കാര്യങ്ങളൊക്കെ ഒരാഴ്ചത്തേക്കാരുണ്ടായാലും പിന്നെ ഞാൻ അങ്കിൾമാർ വരും ഇടയ്ക്ക് കാണാനായിട്ട്. നിങ്ങളിവിടെ നിൽക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ സ്കൂൾ അവധിയല്ലേ, സ്കൂൾ അവധി ആയതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കുക. നമ്മൾ 3 ദിവസം ആ മാനേജർ പറഞ്ഞില്ലേ. പെട്ടെന്ന് പറയാം 3 ദിവസം. പക്ഷെ കുക്കുവിനെ നോക്കണം നിങ്ങൾ നന്നായിട്ട് കേട്ടോ. 3 ദിവസത്തെ കാര്യമേ ഉള്ളൂ. 3 ദിവസത്തെ കാര്യത്തിനുള്ളിൽ അവർ വിസ പുതുക്കി തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ നാളെ വൈകിട്ടത്തേക്ക് ടിക്കറ്റ് കമ്പനിയിൽ നിന്ന് എടുത്ത് തരുവാണെങ്കിൽ നമുക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ. പക്ഷെ ഇവരെ ഒറ്റയ്ക്കോടെ നിർത്തിയിട്ട് പോകുന്ന കാര്യം ഓർക്കാൻ വിഷമം. നിങ്ങളെ ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ണിയെ നന്നായിട്ട് നോക്കണം. ഉണ്ണിയെ സ്കൂൾ അവധിയാണ്. ഫുഡ് 3 നേരം ഞാനിവിടെ മലാസിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഏൽക്കുന്ന സമയത്ത് അവർക്ക് മിസ് കോൾ അടിച്ചാൽ ഇപ്പോൾ അവർ ഫുഡുമായിട്ട് വരും. കാരണം നിങ്ങൾ തന്നെ കിടന്നുറങ്ങുക. പക്ഷേ റൂമിട്ട് അത് പുറത്തോട്ടൊന്നും പോകല്ല, ഗേറ്റ് എപ്പോഴും അടച്ചിടാൻ സൂക്ഷിക്കണം. സ്വിമ്മിംഗ് പൂളിലൊന്നും പോയി ചാടില്ല അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത്. 3 ദിവസം പെട്ടെന്ന് പോയിട്ട് വരും. ഓക്കെ, നിങ്ങൾ വിഷമമൊന്നുമില്ലോ? നിനക്കൊക്കെ അല്ലേ? എനിക്കാണെങ്കിൽ ഇവർ പിന്നിരിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമാണ്. എന്താ ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ ഇപ്പൊ തന്നെ പോകണം സാറേ? എല്ലാം റെഡിയായി? വിസ എല്ലാം ഓക്കെ ആണോ? ഓക്കെ ഞാൻ വയസ്സോട് ഇപ്പൊ റെഡിയാവാം. ഇപ്പൊ തന്നെ പോവാം. അതെ, നിർത്തിക്ക് ഒരു കാര്യം പറയണ്ട അച്ചായിക്ക്. അതപ്പോൾ മാനേജർ വിളിച്ചു. അച്ചായി ഇപ്പൊ പോകണമെന്ന്. അവർ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയായി. എനിക്കാണ് സങ്കടം സഹിക്കാൻ പറ്റില്ല. എന്താ ചെയ്യുക? അച്ചായിക്ക് ഇപ്പൊ പോയേ പറ്റൂ. ശാരി അതെ, ഇപ്പൊ മാനേജർ വിളിച്ചായിരുന്നു. ഇപ്പൊ തന്നെ പോകണമെന്ന്. നാളെ പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പോകണം. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു എല്ലാവരും കണ്ട് പിള്ളേരുടെ കാര്യം പറയാനായിട്ട്. എന്ത് ചെയ്യും? നാളെ ഞാനോട് അങ്ങനെ വിളിച്ച് പറയാം എന്തായാലും നിങ്ങളുടെ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം. നീ പോയി റെഡി ആവശ്യമായി. ഓക്കെ, വിഷമിക്കണ്ട കേട്ടോ. മക്കളാരും വിഷമിക്കണ്ട. ശരി, അമ്മയെ പോയിട്ട് എടുക്കുന്നു വരാം. ഓക്കെ 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 ശരി. എന്നാ അച്ഛനും അമ്മയും പോയിട്ട് വരാം കേട്ടോ. നിങ്ങൾ സങ്കടപ്പെടല്ലേ കേട്ടോ. നിങ്ങൾ വാ. കാണാൻ വളരെ സങ്കടമായിട്ട് വിഷയമില്ല. പോയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ശരി, വന്നേ. വാ, വണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ശരി, എത്ര നേരം നീ എവിടെയെങ്കിലും ഒന്നുമില്ല. ഇപ്പോഴെന്താ ഇങ്ങനെയായി? ഇത്ര പെട്ടെന്ന് എനിക്ക് ആ സംഗീതം പറ്റുന്നില്ല. നിങ്ങൾ കയറി കഥ വിളിച്ചിട്ട് കേട്ടോ. വെള്ളമൊക്കെ വഴക്കം ഉണ്ടാക്കരുത്. ഓക്കെ, പോയിട്ട് വരാം. അച്ഛനും അമ്മയും പോയപ്പോ തൊട്ട് ഗെയിം കളിക്കുവാണല്ലോ. അച്ഛനും അമ്മയും വരാനുള്ള ഉത്തരവാദിത്വം പറയുന്നത് ഞങ്ങളാ. ഞങ്ങളെ ചെയ്യണേ. This is enough for you? ഹോട്ടൽ ഫുഡ് കഴിക്കുന്നു. എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടായി തരുന്ന ഫുഡ് കഴിച്ച് ഭയങ്കരമായിട്ട് കൊതിയാവുക. എനിക്ക് തോന്നുന്നു അച്ഛനും